ഹോണ്ട കമ്പനി ഒരു മിനിറ്റിൽ സമ്പാദിക്കുന്നത് 2 കോടി രൂപയാണ്. ഇന്ന് ഹോണ്ട കമ്പനി ബൈക്കുകൾ, കാറുകൾ, ജെറ്റുകൾ കൂടാതെ റോബോട്ടിനെ പോലും നിർമ്മിക്കുന്നു. പക്ഷേ അതിശയം എന്താണെന്നാൽ ഒരു ദരിദ്രനായ കുട്ടിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരു ബാലൻ. നമ്മുടെ കഥ തുടങ്ങുന്നത് ഇന്നേക്ക് 118 വർഷങ്ങൾക്ക് മുമ്പേ നിന്നാണ്. അതായത് വർഷം 1906 ജപ്പാനിലെ ചെറിയൊരു ടൗൺ ഏരിയയിലാണ് സോയിച്ചിറോ ഹോണ്ട എന്ന ഈ കുട്ടി ജനിക്കുന്നത്. വളരെ കഷ്ടപ്പാടിലൂടെയായിരുന്നു സോയിച്ചിറോയുടെ ചെറുപ്പകാലം കടന്നു പോയിരുന്നത്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ബ്ലാക്ക് സ്മിത്ത്, ഇരുമ്പ് പണിക്കാരനായിരുന്നു. അതുപോലെ അമ്മ ചെറിയ രീതിയിൽ നെയ്ത്ത് ജോലിയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ആ കുടുംബത്തിന്റെ പണം, വരുമാനം വളരെ കുറവായിരുന്നു. ദാരിദ്ര്യമായതിനാൽ ശരിയായ രീതിയിൽ ആരോഗ്യക്കുറവ് കാരണം ഇവരുടെ 9 കുട്ടികളിൽ 5 കുഞ്ഞുങ്ങളും മരണപ്പെടുകയാണ്. സോയിച്ചിറോ എന്ന കുട്ടി പഠന കാര്യത്തിൽ വളരെ മോശമായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ ഇവനെ എപ്പോഴും അടിക്കുമായിരുന്നു. പക്ഷേ അതിശയം എന്താണെന്നാൽ ഈ കുട്ടി അധിക സമയവും ചിലവഴിച്ചിരുന്നത് ഇത്തരം മെഷീനുകളോടൊപ്പമായിരുന്നു. തന്റെ മുത്തച്ഛന് അന്ന് ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മില്ലുണ്ടായിരുന്നു. അതിലെ പെട്രോളിൽ പ്രവർത്തിക്കുന്ന മെഷീൻ കണ്ടുകൊണ്ടാണ് സോയിച്ചിറോ വളർന്നു തുടങ്ങിയത്. വർഷം 1922 തന്റെ 16ാമത്തെ വയസ്സിൽ ഈ കുട്ടി കാറുകളെല്ലാം റിപ്പയർ ചെയ്യുന്ന ഒരു ഗ്യാരേജിൽ ജോലി ചെയ്യാനായിട്ട് പോവുകയാണ്. തന്റെ ഇഷ്ടമേഖല ആയതിനാൽ തന്നെ സോയിച്ചിറോ വളരെ സന്തോഷത്തോടെയാണ് അവിടെ ജോലി ചെയ്ത് പോന്നിരുന്നത്. ഇത്തരം കാറുകൾ റിപ്പയർ ചെയ്യുന്ന ഈ ജോലി ഇദ്ദേഹത്തെ വെറും 4 വർഷം കൊണ്ട് ഏറ്റവും വലിയ മെക്കാനിക്കൽ എഞ്ചിനീയർമാരുടെ കൂട്ടത്തിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ സോയിച്ചിറോയും ആ കട ഉടമയും ചില പ്രശ്നങ്ങൾ കാരണം സോയിച്ചിറോ ആ കമ്പനി വിടുകയാണ്. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രായം 25 വയസ്സായിരുന്നു. അങ്ങനെ ഇത്രയും കാലം സോയിച്ചിറോ സമ്പാദിച്ച പണം കൊണ്ട് ഇദ്ദേഹം സ്വന്തമായി ടോക്കിയോ എന്ന നഗരത്തിൽ ഒരു കാർ റിപ്പയറിംഗ് സെന്റർ തന്നെ തുടങ്ങുകയാണ്. താൻ റിപ്പയർ ചെയ്ത കാറുകൾ റോഡിലൂടെയും റേസിംഗ് മത്സരത്തിലും വേഗത്തിൽ പോകുന്നത് കണ്ട് സോയിച്ചിറോക്ക് അഭിമാനമുണ്ടായിരുന്നു. പക്ഷേ ഈ സന്തോഷം അധിക കാലമൊന്നും നിലനിന്നില്ല. ആ സമയത്താണ് 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധം കാരണം സോയിച്ചിറോയുടെ റിപ്പയറിംഗ് ഗ്യാരേജും, എന്തിനേറെ പറയുന്നു ജപ്പാൻ എന്ന രാജ്യത്തിന് പോലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. വർഷങ്ങൾക്കപ്പുറം ജപ്പാൻ എന്ന രാജ്യം പതിയെ വളരുകയാണ്. അതോടൊപ്പം സോയിച്ചിറോ ഹോണ്ട എന്ന മനുഷ്യനും. വർഷം 1946 സൈക്കിളിൽ വെറും ജനറേറ്റർ മോട്ടോർ ഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഹോണ്ട കമ്പനി ഇന്ന് 90-ലധികം രാജ്യങ്ങളിൽ ബൈക്കുകളും കാറുകളും വിൽക്കുന്ന വലിയൊരു ബഹുരാഷ്ട്ര കമ്പനിയാണ്.